വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ തേജത്തങ്ക ആൻഡ് യു വാച്ചിങ് തേജത്തങ്ക ഡയറീസ്. അപ്പോൾ ഇന്ന് ഞാനും അമ്മയും ചേച്ചിയും ഒരു സൂപ്പർ എന്തിനാ വന്ന് ചാലഞ്ച് വീഡിയോ. അതെ, ഈ ചാലഞ്ചിൽ ചേച്ചിയാണ് ഗൈസ് മെയിൻ. എന്തുകൊണ്ടാണ് അമ്മ ചേച്ചി മെയിൻ ആയത്? ചേച്ചിയാണ് വാങ്ങിയത് സാധനങ്ങൾ. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു ബ്ലൈൻഡ് ടേസ്റ്റിംഗ് ചലഞ്ചാണ്. ഞാനും അമ്മയാണ് ഇതിലെ പാർട്ടിസിപ്പൻസ്, ചേച്ചിയാണ് ഇതിലെ ഹോസ്റ്റ്. അപ്പോൾ ചേച്ചിയും നമ്മുടെ ക്യാമറാമാനും പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങും. അവർ എന്താ വാങ്ങുന്നത് എനിക്കും അമ്മക്കും അറിയോ? നിങ്ങളോട് ചോദിച്ചിട്ടാണോ അവർ വാങ്ങുന്നത്? അല്ലോ, അത്രേ ഉള്ളൂ നിങ്ങളെ വില. ഓക്കെ, അവരെന്തൊക്കെയോ വാങ്ങിയിട്ട് വരും. എന്നിട്ട് നമ്മൾ കൈ കൊണ്ടൊന്നും എടുക്കാൻ പാടില്ല, നമ്മൾ കണ്ണും കെട്ടിയിരിക്കും. ആകെ ഈ പെണ്ണ് നമ്മുടെ വായിൽ ഇങ്ങനെ ഇട്ട് തരും. അപ്പം നമ്മൾ ആദ്യം കൈ പൊക്കുന്ന ആൾ വേണം എന്ത് പറയാൻ, ടേസ്റ്റ് പറയാൻ. ഓപ്ഷൻസ് പറയാം, ശരിയാണെന്നില്ലല്ലോ. രണ്ടാളും പറഞ്ഞു പറയുള്ളൂ. ഒരു ടേസ്റ്റ് എനിക്കൊന്നും തിരിച്ചറിയില്ല. ഓക്കെ, രണ്ടാൾ ആൻസർ പറഞ്ഞ ശേഷം മാത്രം കറക്റ്റും റോങ് ഏതാ പറയാം. ഓക്കെ, എന്നാൽ അങ്ങനെ എനിക്ക് അങ്ങനെ. അപ്പോൾ നമുക്ക് ചേച്ചിനെയും ക്യാമറമാനെയും സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വിടാം. അതിൽ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ പറ. ഓക്കെ, ഗൈസ്, അങ്ങനെ ചേച്ചിയും നമ്മുടെ ക്യാമറമാനും എന്തൊക്കെ കുറേ സാധനങ്ങൾ വാങ്ങിയിട്ട് വന്നു. നമുക്കറിയില്ല ഈ എന്തൊക്കെയാണ് വാങ്ങിയില്ല, കാറ്റഗറി അങ്ങനെ എന്തെങ്കിലും നിനക്ക് ഒന്നും പറയാനില്ല? ഇല്ല, ഒരു കാറ്റഗറി. അപ്പോൾ ഈ എന്താ കൊണ്ടുവന്ന് വെറൈറ്റി സാധനങ്ങൾ ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് വെറൈറ്റി തോന്നിയതൊക്കെ എടുത്തു. അതിൻ്റെ പേര് നിങ്ങൾക്ക് അറിയോ? സ്ലിപ്പ് ഉണ്ട്. അപ്പോൾ അത് എന്ത് റിലേറ്റഡ് ആണെന്ന് നമുക്ക് ഓക്കെ. അപ്പോൾ ഞങ്ങൾ കണ്ണൊക്കെ ഇട്ട് റെഡി ആയിട്ട് ഇപ്പോൾ പോയി നമുക്ക് ഓരോ സാധനം എടുത്തിട്ട് ഇഷ്ടമല്ലാത്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ടോ സാധനം. എനിക്ക് ഫുഡിന്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര പിക്കിയാണ്. എന്റെ കാര്യത്തിൽ ഇഷ്ടമല്ലാത്തത് മാത്രം നോക്കി. എനിക്ക് അങ്ങനെ ഇഷ്ടമൊക്കെ അറിയില്ല. അയ്യോ, അപ്പൊ ഞാൻ പറ്റോ? അയ്യോ, നമുക്ക് എന്തായാലും ചലഞ്ചിലേക്ക് പോവാ ഗൈസ്. അവര് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോയി. അപ്പൊ എനിക്കും അമ്മക്കും കുറച്ച് കാര്യങ്ങൾക്ക് ടെൻഷൻ ഉണ്ട്. പറഞ്ഞു ഇഷ്ടമല്ലാത്തൊക്കെ അവള് വാങ്ങിക്കുള്ളൂ. അവൾ ആരാന്നാ നിങ്ങൾ പറഞ്ഞ കുറച്ച് മുന്നേ? പാവമാണെന്ന്. കണ്ണിച്ചോരയില്ലാത്തവള് നമ്മ പറഞ്ഞു. ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ട്. അവര് സാധനങ്ങളൊക്കെ എടുക്കാൻ പോയിരിക്കാണ്. നീ എന്നെ പെടുവോ? എനിക്ക് അവളെ ഒട്ടും ഇഷ്ടമല്ല ഗൈസ്. അവള് എന്നോടുള്ള പകയൊക്കെ തീർക്കാൻ ഇത് ഉപയോഗിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവൾക്ക് ഈ വീഡിയോ പ്ലാനിങ് ഉണ്ടായിരുന്നു. അവളെ ഒറ്റയ്ക്ക് വിട്ടപ്പോൾ സൗകര്യമായി. അവൾക്ക് നല്ല ആവേശം ഉണ്ടായിരുന്നു സാധനങ്ങളൊക്കെ എടുക്കാൻ പോകാൻ. അവൾ എന്തോ ഒരു ഭീകരം. എനിക്ക് അവൾ ഇഷ്ടമല്ല ഗൈസ്. നമുക്ക് എന്താ നോക്കാം. എങ്ങനെയുണ്ടമ്മ കണ്ണ് കെട്ടിയിട്ട്? എന്താണ്ട് ഇരുട്ടല്ലേ? നാക്കിയെ നീട്ടുള്ളൂ. കണക്ക് ഇതൊന്നും എനിക്കറിയില്ല. ഞാനും ഷെമിങ് ക്ലാസ്സിൽ ഇരുന്ന് ആദ്യം കാണാതെ കഴിച്ചുള്ളൂ. ഇതേ മറ്റേ ലേസ് ലേസ് പോലത്തെ എന്തൊക്കെയോ സാധനം. എനിക്ക് ഇതിന്റെ പേരൊന്നും എന്തോ നാച്ചോസോ ഡോറിറ്റോസോ ഉറപ്പിച്ച് പറ. എന്നെ വെച്ച നാച്ചോ സംതിങ്. ഈ ലേസ് പോലത്തെ എന്തോ ഒരു സാധനം. ശരി, കണ്ണ് തുറക്ക്. ഇങ്ങനത്തെ സാധനം കൊണ്ടൊന്നും എനിക്കിങ്ങനെ അറിയണം. അയ്യോ, ഇങ്ങനത്തെ കോരുന്നോണ്ടത് കണ്ടിട്ടും കൂടിയില്ല ഞാൻ. ശരി, പൊട്ടറ്റോന്റെ എന്തെങ്കിലും പറഞ്ഞാൽ മതിയായിരുന്നു. അതൊക്കെ പോയി. ഇതൊന്നും ഇല്ല, നീ ഔട്ടായി. ഇതിന്റെ പേരെന്തായാലും കിട്ടില്ല. പക്ഷെ ഇത് എന്ത് റിലേറ്റഡ് ആണെന്നെങ്കിലും പറഞ്ഞാൽ മതി ട്ടാ. കണക്ക് അവള് പറഞ്ഞു. അവള് കൈ നോക്കി പറ. സ്നാക്സ്. അതിനകത്ത് ഒരു സാധനം സ്പെസിഫിക് ആയിട്ടുണ്ട്. അതിന്റെ പേരെങ്കിലും പറഞ്ഞാൽ മതി. പീനട്ടാണ്. നീ പറ. ക്ലൂ. അതുപോലെ ഒരു സാധനമാണ്. അണ്ടിപ്പരിപ്പ്. നീ പറഞ്ഞാൽ ശരി. കാഷ്യൂ ഉണ്ട്. പേര് കിട്ടില്ല. ഞങ്ങള് വെറൈറ്റി സാധനം കണ്ടപ്പോ വാങ്ങിയതാണ്. അവള് കാഷ്യൂ എന്നെങ്കിലും പറഞ്ഞു. അങ്ങനെയെങ്കിലും പറഞ്ഞാൽ മതി. അമ്മ എനിക്കൊണ്ട് മിക്കവാറും സിഗറോ ആയിരിക്കും. അമ്മ ഒന്നും പറയില്ല. 2 കിട്ടിയ അവൾക്ക്. അവളുടെ കുഴപ്പമാണോ ഇനി?
ഞാൻ പറഞ്ഞ അതിന്റെ റിലേറ്റഡ് ആയിട്ട് പറഞ്ഞാ മതിന്ന്. ആരാദ്യം പറയണ പറയാട്ടാ. ആരാദ്യം പറയണ? ആദ്യം ഇവിളെ പൊക്കിയത് അമ്മയുടെ ഗ്രീൻ ആപ്പിൾ. അമ്മ എന്താണ്? പേരൊക്കെ എന്തോ സാധനം. പേരക്ക. അമ്മ പേരക്ക നീ ഗ്രീൻ ആപ്പിളാ. കണ്ണു നോക്ക്. ആ ഗ്രീൻ ആപ്പിളാണ്. കുറച്ച് റിലേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടോ? എന്ത് ഗ്രീൻ ആപ്പിളിന്റെ പേരൊക്കെ ഏതാ റിലേഷൻ വരും തമ്മിൽ? പച്ച കളറില് അവിഹിതണ്ടോ? പിന്നെ റിലേഷൻ ഇതെന്തോ ഉപ്പിലിട്ട സാധനമാണല്ലോ. ഇനി എന്താന്ന് പറ. ഞാന് നീ പറ. ഇത് എന്തോ ഉപ്പിലിട്ടത്. എന്ത് സാധന പറ. ഇത് ഇങ്ങനത്തെ ഷേപ്പാണ്. എങ്ങനത്തെ ഷേപ്പ്? ഇങ്ങനെ പരത്തിയ സ്റ്റാർ പോലത്തെ എന്തോ സാധനം. പരത്തിയ ഷേപ്പാണ്. പരത്തി ഷേപ്പ് അല്ലല്ലോ ഇത്. അല്ല എടാ ഒരു സ്റ്റാർ പോലെ മുറിച്ച് നിങ്ങൾ എന്തെങ്കിലും പേരുണ്ടോ നിങ്ങക്ക് പറയാൻ? എന്തെങ്കിലും ഒരു ഉപ്പിലിട്ടത് ചെറിയൊരു ക്ലൂ ഇതാണ്. പ്ലീസ്. എന്തിന് ക്ലൂ കൊടുക്കുക? എന്ത് മരത്തിലുണ്ടാവണം? മാങ്ങ മരത്തിന്. ഇതില് അച്ചാറുണ്ടാവും, എണ്ണ ഉണ്ടാവും, ഉപ്പിൽ നാരങ്ങ. എല്ലാം ഉണ്ടാവും. നാരങ്ങ. നമ്മുടെ നാട്ടിലില്ല. അവക്കാഡോ. അവക്കാഡോ. ആ ശരി, അവള് ഒരെണ്ണം പറ. നിങ്ങൾ ഒരെണ്ണം പറ. അതുപോലെ എന്തെങ്കിലും പറഞ്ഞോ? 20 minutes later. പറയമ്മ. എനിക്കറിയില്ല. ശരി, അസാധു പോയി. മനസ്സിലാവുന്നുണ്ടോ? ഇല്ല. ഇതാണ് സ്റ്റാർ പോലെന്നാ പറയാ. ഇതാണ് സ്റ്റാർ. ഇതാണ് സ്ലൈസ്ഡ് ഒലീവ്സ്. ഒലീവ് ആണത്. ഇതാണ് ശരിക്കും ഒലീവ്. ഒലീവ് ശരിക്കും മുറിച്ചതാണ്. ഞങ്ങൾക്ക് അറിയണ മാതിരി എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു വിടണം. സാധനം നന്നായിരുന്നു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തിന്നപ്പോ. ഞാൻ ഈ ഷേപ്പ് തന്നെ പറഞ്ഞു, ഇങ്ങനത്തെ ഷേപ്പ്. ഇത് ഇങ്ങനെയല്ലോ, ഇത് ഇങ്ങനെയല്ലോ. ഇങ്ങനെ വട്ടം. ഞാൻ വട്ടമാണ്. ഓവലല്ലേ? വട്ടമാണ്. ഇത് പേര് പറഞ്ഞാൽ നിങ്ങൾ അത്രയും വിചാരിക്കോ ഇത് ഇത്രേ ഉള്ളോന്ന് വിചാരിക്കും. ഞാൻ പറയാ ചമ്മന്തി പൊടി അല്ലടാ. എന്ത് നേരെ സ്പെസിഫിക് ചെമ്മീനോ? ചെമ്മീൻ പൊടി. എനിക്കറിയില്ല സീരിയസ്ലി. ഞാൻ അങ്ങനത്തെ ഒരു സാധനം എന്റെ ജീവിതത്തിൽ തിന്നിട്ടില്ല. ശരി, കണ്ടു പറഞ്ഞോ. അറ്റ്ലാസ്റ്റ് അമ്മയ്ക്ക് പോയിന്റ് കിട്ടി. ഫ്ലേവർ പറയണേ. അമ്മ ആദ്യം പറഞ്ഞു. നീ പറ. ബ്ലൂബെറി. ബ്ലൂബെറിയാ. ഓക്കെ, രണ്ടെണ്ണം കണ്ണു തുറക്ക്. എന്തൊരു ബെറിയാണ്? ബ്ലാക്ക് ബെറിയും കറിയ ബെറി ആണെന്ന്. ബ്ലൂ ആണോ ബ്ലാക്ക് ആണോ അറിയാത്ത. വാനില. ഞാൻ പറയാം, വാനിലാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഐസ്ക്രീം ആണ് കൂടി മനസ്സിലായില്ല. അമ്മയ്ക്ക് കോംപ്ലിക്കേറ്റഡ് സിമ്പിൾ സാധനങ്ങളൊന്നും കിട്ടില്ല. നീ അപ്പൊ എന്താ ബെറി എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇവൾക്ക് പാവം ഒരെണ്ണം കൊടുക്കാം. നിങ്ങൾ പിന്നെയും തോറ്റു. അവള് എത്ര മണി നേരത്തെ? നേരത്തെ ഉപ്പിലിട്ട സാധനം പറഞ്ഞ എനിക്ക് പകുതി നോക്കിയല്ലോ. അതിന് ഒരു മാർക്ക് തന്നില്ല. ഇല്ല. ഉപ്പിട്ടൊന്നും തരില്ല. അത് ഉപ്പിലിട്ടത് ആർക്കായാലും മനസ്സിലാവും. ആ എനിക്ക് മനസ്സിലായി ഉപ്പിലിട്ടത്. ഞാൻ പറഞ്ഞു അല്ല. എന്തോ ഒരു ഫ്രൂട്ടാടാ. നീ എന്താ പറയണ? എന്താ ഉള്ളിൽ കടുക് കടിക്കണം? ക്ലൂതാ. ഫ്രൂട്ടാണ്. അത് മനസ്സിലായി മോളെ. അത് മനസ്സിലാവാൻ ഇതൊന്നുമില്ല, എല്ലാവർക്കും പറ്റില്ല. നമ്മ തിന്നിട്ടില്ല. ഒരു ഫസ്റ്റ് ലെറ്റർ എങ്കിലും പറ. ഫാസ്റ്റ് ലെറ്റർ വന്നാൽ കിട്ടും. കിവി. കുഞ്ഞു സാധന. കിവി. കിവി അല്ല അത്. ഇത് കിവി അമ്മ അല്ല. പറ. ശരി, എന്നാ നിങ്ങൾ നിനക്ക് തോന്നുന്ന പറയാ. ടൈം അപ്പം കിവി. അറിയില്ല കിവി. ഞാൻ എന്ത് കിവി നിങ്ങൾ കിവി അല്ല. വേറെ പറ. അമ്മ വേറെ പറ. ഞാൻ പറഞ്ഞിട്ട് മണ്ടത്തരാകാനല്ലേ. എന്തായാലും മണ്ടത്തരം അത് പിന്നെ നല്ലതാണ്. കിവി. നീ പറഞ്ഞു കിവി അല്ലാന്ന്. ഞാൻ ഇത് തിന്നിട്ടില്ല. ഞാൻ കിവി അങ്ങനെ നിനക്ക് കിവി. എനിക്ക് അതിന്റെ ടെക്സ്ചറും പിന്നെ ഇടയിലെ കടുകടുക്കും. അപ്പൊ ഞാൻ ഇടയിൽ കടുകടുക്കുള്ളത് ഏതാണ്? കിവി. പറയണ്ടാ പറഞ്ഞു. അതിപ്പോഴും പറഞ്ഞു പറഞ്ഞിട്ട് നിങ്ങൾ എന്നാ ശരി കിവി എന്നാ അങ്ങനെയല്ല അമ്മ. ഞാൻ കിവി അമ്മ നിങ്ങൾ എത്ര തവണ അല്ല പറഞ്ഞു. അങ്ങനെ വലിയ കിവി. തിന്ന് നോക്കിക്കോ. എനിക്കൊന്നും വേണ്ട. തുറന്നോ.
ഇനി ആ കാണിക്ക്. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം. മിക്സഡ് ഫ്രൂട്ട് എന്തോ ആ എടാ മറ്റെന്താണ് എന്ത്? എന്തിനു പറയാ കസ്റ്റേർഡ് പോലത്തെ എന്തൊരു സാധനമാണ് എന്തെങ്കിലും പറയ്. ആ കസ്റ്റേർഡ് നീയോ? കസാട്ട. കസാട്ട എന്താണ്? അത് സാധനം കസാട്ട. ശരി, കണ്ണു തുറക്ക്. അമ്മയ്ക്ക് പോയിന്റ് കിട്ടിയിരിക്കുന്നു. അത് കസ്റ്റാർഡാണ്. കാണിക്ക് കാണിക്കീന്ന്. ഇത് കോക്കിയാണ് അമ്മ നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കാൻ ആൾക്ക് കൊടുക്കട്ടെ. ഒന്നുമില്ല കോളയ്ക്കോ? ഉണ്ണി നീ പറ. നെല്ലിക്കോ കോളയ്ക്കോ താഴ്ത്തിക്കോ. റൂബിക്ക. നിന്റെ മണ്ടയ്ക്ക് തരും ഞാൻ റൂബിക്കൊക്കെ എല്ലാവർക്കും അറിയാം. എനിക്കറിയില്ല നിനക്കറിയില്ല പറഞ്ഞ അതെന്ത് സാധനം മിണ്ടാണ്ട് അപ്പുറം സൈഡിൽ മിണ്ടാണ്ടിരിക്കാം. ആർക്കാ ആദ്യം പറയണ്ട്? കൈവക്ക്. അമ്മ കൈവക്കി പറ. ഒരു ലസ്സിയാണ് രണ്ടാളും ലസ്സിയ പറയണ. കണ്ണു പറഞ്ഞോ. യോഗട്ട് ഫ്രൂട്ട് ഫ്ലേവർഡ് യോഗട്ട്. അതന്നെ ലസ്സി എനിക്ക് മനസ്സിലായി. ഇത് ഇത് ഈ ഫ്ലേവർ ആണെന്ന് എനിക്ക് മനസ്സിലായി. കുടിക്കി കുടിച്ചല്ലേ അറിയുള്ളൂ. ഞാൻ പറയട്ടെ ആ എന്നാ പറ. ഹാപ്പി ഫിക്സ് നീ എന്താണ്? ആൽക്കഹോൾ ഇല്ലാത്ത ബിയർ. ശരി, കണ്ണു തുറക്ക്. എന്താണ് സംഭവം അതന്നെയല്ലേ ഇവള് പറഞ്ഞതല്ലേ? ആൽക്കഹോൾ ഇല്ലാത്ത ബിയർ. ഇവളിലും വിളിക്കണ്ട കേട്ടോ ഓക്കെ. ഒരൊറ്റ സാധനം പേരറിയുന്നോളൂ നമ്മൾ ഇതുവരെ തിന്നിട്ടേ ഇല്ല. എല്ലാം പറഞ്ഞു. അതെ, എനിക്ക് ബുദ്ധി ഉണ്ട്. എല്ലാവർക്കും ഒന്നും പറയാൻ പറ്റില്ലല്ലോ നമുക്ക്. പോട്ടെ, ബുദ്ധിയില്ലാത്തവർക്ക് ജയിക്കണ ഗെയിം അടുത്ത് വെക്കാം. ഈസി ട്ടാ. വിന്നർ ആരാന്ന് പ്രഖ്യാപിക്കും. വിന്നർ ആരാ പ്രഖ്യാപിക്കും? തേജത്തങ്കു വിന്നറായി. എന്താണ് കയ്യടിക്ക്? തേജത്തങ്കുവിന് ഇതാ പ്രൈസ്. അമ്മ കൊടുക്കമ്മ തേജത്തങ്കുവിന്. യോഗട്ട് എടുത്തോണ്ട് വരട്ടെ. ഗൈസ്, അമ്മക്ക് എന്തോ പറയാനുണ്ട്. അതല്ലടാ കണ്ണ് കെട്ടിട്ട് അറിയണ സാധനം വായിലിട്ട് തന്നാൽ മര്യാദയ്ക്ക് അറിയില്ല. ഇവള് പേര് ഞാൻ അതുപോലെ കേട്ടിട്ട് പോലും ഇല്ലാത്ത പേരിലുള്ള ഒരു സാധനം കൊണ്ടുവന്നിട്ട് പറയുന്നു. എന്ത് പറയുന്നു? കണ്ടാലടക്കം എനിക്ക് പറയാറില്ല. അച്ചാറിനൊക്കെ നെല്ലിക്കയാക്കി പറഞ്ഞിട്ട് മാർക്ക് തന്നു. മാർക്ക് ആദ്യമായിട്ടാണ് ആ പേര് വെക്കുന്നത്. അപ്പോൾ ഗൈസ്, അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ വീഡിയോ? ഇല്ല, അമ്മക്ക് തീരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടു, കാരണം ഞാൻ ജയിച്ചു. നിനക്ക് ഇഷ്ടപ്പെട്ട? എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊക്കെ തീർപ്പിച്ചു. അപ്പോൾ ഇഷ്ടമില്ല. അപ്പോൾ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്തതിന് പെട്ടെന്ന് വരാം. ഇതിൽ ഞാനാണ് ജയിച്ചത്. തോറ്റതിൻ്റെ നല്ല സങ്കടം എൻ്റെ മുഖത്തുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇനി എന്തെങ്കിലും ഇങ്ങനത്തെ ചലഞ്ച് ആണെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യുക. ബൈ ഗൈസ്, ബൈ പറ. 3, 2, 1 ബൈ.